എന്തായാലും UDF ക്യാമ്പുകളിലും ഒരു ചെറിയ ടെൻഷൻ പരത്താൻ PV അൻവറിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നേര്. എന്തായാലും ഇതേം കയറി മത്സരിച്ച് കളയും, അത് നേരിട്ട് മത്സരിക്കുമെന്നുള്ള ഒരു ധാരണയില്ലായിരുന്നു. അപ്പോഴാണ് ഓർക്കാപ്പുറത്ത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് മാതിരി അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശം. ഷഹദ് റഹ്മാൻ ചേരുകയാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഇന്നത്തെ പ്രവർത്തനത്തെക്കുറിച്ച് പറയാൻ, മണ്ഡലത്തിലെ പൊതുചിത്രത്തെക്കുറിച്ച് സംസാരിക്കാനും. ഷഹദ്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. ഞാൻ നിൽക്കുന്നത് പോത്തുകല്ലിലാണ്, അല്ലെങ്കിൽ പോത്തുകല്ലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഇന്നത്തെ പ്രധാന പ്രചാരണം എന്ന് പറയുന്നത് പോത്തുകല്ലിലാണ്. പോത്തുകല്ല് മുണ്ടേരി ഭാഗങ്ങളിലാണ് പ്രചാരണം. അതിൽ അബ്ബാസ് അലി തങ്ങളാണ് ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പഞ്ചായത്ത് തല പര്യടനമാണ് പ്രധാനമായിട്ടും ഇന്ന് ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ഇന്ന് മഴ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാലാവസ്ഥ അനുകൂലമായിരുന്നെങ്കിൽ ഇന്ന് അത്യാവശ്യം മഴയുണ്ട്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഈ പ്രചാരണം എന്നുള്ളത് എന്തായാലും നമ്മൾ കട്ട വെയിറ്റിങ്ങിലാണ് എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. പക്ഷേ UDFനെ സംബന്ധിച്ചിടത്തോളം UDF നേരത്തെ തന്നെ കളത്തിലിറങ്ങിയ ഒരു ആത്മവിശ്വാസം അതായത് തുടർച്ചയായിട്ട് വെച്ചു പുലർത്തുന്നുണ്ട്. ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. മാത്രവുമല്ല ആദ്യം തന്നെ ഈ പ്രമുഖരെയും അതുപോലെ തന്നെ സ്ഥാപനങ്ങളെയും മറ്റുമൊക്കെ പോയി കണ്ട് ആദ്യം തന്നെ വോട്ടുറപ്പിക്കാൻ UDFന് സാധിച്ചു എന്നൊരു ആത്മവിശ്വാസം UDF വെച്ചു പുലർത്തുന്നുണ്ട്. ഇപ്പോൾ രണ്ടാം ഘട്ട പ്രചാരണത്തിലേക്കാണ് UDF ഇറങ്ങിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ അതുപോലെ തന്നെ മണ്ഡല പര്യടനം, റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികളിലേക്കാണ് കടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ലീഗ് അല്ലെങ്കിൽ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഒരു അംഗം കൂടി ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഈ ആര്യാടൻ ഷൗക്കത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നു എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ച വലിയ നേട്ടമായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. കാരണം മുൻകാലങ്ങളിലൊക്കെ ആര്യാടൻ ഷൗക്കത്തുമായി അത്ര സ്വരച്ചേർച്ചയിലായിരുന്നില്ല മുസ്ലിം ലീഗും ഒപ്പം തന്നെ ലീഗിലെ അണികളും ഒന്നും തന്നെ, കാരണം ആര്യാടൻ ഷൗക്കത്തിൻ്റെ പല നിലപാടുകളും. എന്നാൽ അതേ സമയത്ത് ഇപ്പോൾ ലീഗ് കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി ഇത്തരത്തിൽ വോട്ട് ചോദിക്കാൻ വരുന്നു എന്ന് പറയുന്നത് വലിയ നേട്ടമായിട്ട് UDF ക്യാമ്പ് കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ ആവേശത്തിലാണ് UDF ക്യാമ്പ്. പരമാവധി വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അൻവറിന് യാതൊരു തരത്തിലും പ്രതികരണങ്ങൾ നൽകാതെ അൻവറിനെ പൂർണ്ണമായിട്ടും അവഗണിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് നിലവിൽ UDF ക്യാമ്പ് കൈക്കൊണ്ടിട്ടുള്ളത്. താങ്ക് യു ഷഹദ് റഹ്മാൻ. സൗഹൃദത്തിന്റെ ഭാഗമായിട്ടാണ് അന്തരിച്ച മുൻ DCC പ്രസിഡന്റ് VV പ്രകാശിന്റെ വീട് താൻ സന്ദർശിച്ചതെന്ന PV അൻവർ. അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിക്കോളും. കോൺഗ്രസ് CPM നേതാക്കൾ തന്നെ ഇപ്പോഴും ബന്ധപ്പെടാറുണ്ടെന്നും PV അൻവർ 24 വെളിപ്പെടുത്തി. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചൂട് ഏറിക്കൊണ്ടിരിക്കുകയാണ്. മഴയാണെങ്കിലും അതിൻ്റെ ഒരു സ്ഥിതി അങ്ങനെയാണ്. ഇപ്പോൾ PV അൻവർ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താ നിലവിലൊരു സാഹചര്യം? വളരെ ഫ്രീ അല്ലേ. ഞാൻ നോമിനേഷൻ കൊടുത്ത് വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് വരികയാണ്. അപ്പോൾ എന്താ പറയുക, 7 മണി കഴിഞ്ഞപ്പോൾ വരെയൊക്കെ ഒന്ന് കാണാൻ അയച്ചിട്ട് ഐ ആം ടോട്ടലി ഫ്രീ. ഞാൻ ജനങ്ങളെ അത് ഏൽപ്പിച്ചു കഴിഞ്ഞു. താങ്കൾ ഇപ്പോൾ നടത്തിയതൊരു രാഷ്ട്രീയ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. ആര്യാടൻ ഷൗക്കത്ത് വീട്ടിലേക്ക് വരുന്നില്ല, താങ്കളെ വീട് സന്ദർശിക്കുന്നു. എന്താണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, അത് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവുമല്ലോ. മനസ്സിലാവില്ലേ? അത്തരം വോട്ടുകളൊക്കെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. നിലമ്പൂരിലൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. വസ്തുതകളും ജനങ്ങൾക്ക് അറിയാം, അത്രയേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും പ്രകാശിൻ്റെ വീട്ടിൽ പോലെ എൻ്റെ ബാധ്യതയാണ്. എൻ്റെ പഴയ സുഹൃത്താണ്, എൻ്റെ കോളേജ് മേറ്റാണ്. ഞങ്ങൾ KSU യൂത്ത് കോൺഗ്രസ് ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ചും അവരങ്ങനെ ഒരു വിഷമത്തിൽ നിൽക്കുന്നൊരു ഫാമിലിയാണ് ഈ ഒരു ഘട്ടത്തിൽ. അവർക്ക് പല പഴയ ഓർമ്മകൾ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അത്രേ ഉള്ളൂ, അല്ലാതെ അതിൽ വേറെ അമിത പ്രാധാന്യമൊന്നുമില്ല. ഭാര്യ സ്മിത പറഞ്ഞത് VV പ്രകാശ് പാർട്ടി പതാക പുതച്ചാണ് മരിച്ചത്, താനും പാർട്ടിക്ക് എല്ലാവർക്കും കൂടെ നിൽക്കുന്നതാണ്. അതൊക്കെ അങ്ങനെ ഓരോരുത്തരും എന്താ പറയുക, അവരവർ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട ഒരു കാലഘട്ടം അത്. അത്രേ ഉള്ളൂ. മറ്റു കാര്യം കൂടെ, ഈ കോൺഗ്രസ് നേതാവിന് VD സതീശൻ താങ്കൾ വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ സുധാകരൻ അടക്കമുള്ളവർക്ക് നമ്മളെ ബന്ധപ്പെടുന്നുണ്ടോ? ഇവരൊക്കെ പണ്ടും ബന്ധപ്പെടുന്നതാണ്, ഇപ്പോഴും ബന്ധപ്പെടുന്നതാണ്. ആകെ ഒരു ഇപ്പോൾ എന്താ പറയുക, തെരഞ്ഞെടുപ്പ് മാത്രമല്ലല്ലോ, ഞങ്ങളൊക്കെ അന്നും ഇന്നും ബന്ധപ്പെടുന്നതാണ്. ഞാൻ അപ്പുറത്തുനിന്നൊക്കെ ഇപ്പോഴും CPM എത്രയോ നേതാക്കന്മാരെന്നെ വിളിക്കുന്നുണ്ടല്ലോ. അത് സൗഹൃദമല്ലേ. അതേപോലെ ഈ പറയുന്ന നേതാക്കന്മാരൊക്കെ ഞാൻ ഇപ്പുറത്ത് നോക്കുമ്പോൾ എന്നെ വിളിച്ചിരുന്നു. ഞാൻ ഒരാളും സൗഹൃദം കെടുത്താൻ പോകാറില്ല. അതുകൊണ്ട് ആ ബന്ധങ്ങളുണ്ട്, അവർ വിളിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുന്നുണ്ട്, സ്വാഭാവികമല്ലേ. അടൂർ പ്രകാശ് എന്ന് പറഞ്ഞത് താങ്കൾ പൈസ ഇല്ലാന്ന് പറഞ്ഞു, ഇപ്പോൾ പെട്ടെന്ന് പൈസ എവിടുന്ന് വന്നു എന്നുള്ളതാണ്, അത് അന്വേഷിക്കണം എന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. ഞാൻ പുള്ളിയോട് നാളെ എന്നെ വിളിക്കാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. PV അൻവർ ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്. കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇപ്പോഴും ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് PV അൻവർ വ്യക്തമാക്കുന്നത്. നിലമ്പൂരിൽ നിന്നും ടീം 24.